ചേട്ടാ, ഇവിടെ എല്ലാ തവണയും ഇങ്ങനെ വെള്ളം കയറുന്നതാണോ? 2018 മുതൽ എല്ലാ വർഷത്തിലും ഇവിടെ വെള്ളം കയറുന്നുണ്ട്. എന്റെ വീട് ഇതാണ്. ഒരു മിനിമം 4-5 പ്രാവശ്യമെങ്കിലും ഇവിടെ വെള്ളം വീടിനകത്ത് കയറും. മനസ്സിലായ? ഞങ്ങള് 1000 രൂപ കൊടുക്കണം ഒരാളെ വിളിച്ചിത് ക്ലീൻ ചെയ്യിക്കണമെങ്കിൽ. ക്ലീൻ ചെയ്ത് ചിലപ്പോൾ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും സെയിം വെള്ളം കയറും. ഈ അഴുക്കും ഈ ഫ്ളാറ്റിൽ നിന്ന് വരുന്ന സെപ്റ്റി ടാങ്കിലെ മാലിന്യം എല്ലാം കൂടിയാണ് അടിച്ചു കയറുന്നത്. ഇത് സ്ഥിരം പരിപാടിയാണ്. എത്ര വർഷമായെന്നറിയാമോ? ഇവിടെയുള്ള കൌൺസിലർമാരുടെ അടുത്തും ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തും ഒക്കെ ഇത് പറഞ്ഞ് ഞങ്ങൾ മടുത്ത് ഒരു നടപടിയില്ല. ഈ മഴയ്ക്ക് തോട് ക്ലീൻ ആക്കാനായിട്ട് എത്ര പ്രാവശ്യം ഞങ്ങൾ കൌൺസിലറോട് പറഞ്ഞെന്നറിയാമോ? അതൊന്ന് ക്ലീൻ ആക്കി. ഈ മഴയത്ത് ഇപ്പൊ ഒരു വണ്ടി വന്ന് അവിടെ ഇത് ക്ലീൻ ആക്കാൻ വന്ന് കിടപ്പുണ്ട്. വെള്ളം കാരണം വരാൻ പാടുന്നു. ഗേറ്റ് തകർന്നുപോയി. ഇതിലെ വണ്ടി ഓടി നമുക്ക് പോകണ്ടെന്ന് പറയാൻ പറ്റും. റോഡാണ്, പോകണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റൂല. അവര് വണ്ടി എടുക്കുമ്പോഴത്തേക്കും സ്റ്റോപ്പായി പോകാതിരിക്കാൻ വേണ്ടി നല്ല സ്പീഡിൽ പോരും. ആ ഫോഴ്സ് കൊണ്ട്, വെള്ളത്തിന്റെ ഫോഴ്സ് കൊണ്ട് ഗേറ്റ് തള്ളിപ്പോയി. ഇനി അത് രണ്ടാമത് ശരിയാക്കണം. നോക്കിയാലും അകത്തെ ദൃശ്യം കാണാം. വീടിന്റെ അകത്ത് കയറിയാലേ ഇപ്പൊ എല്ലായിടത്തും ഞങ്ങൾ ടിവിയിലൊക്കെ കാണുന്നുണ്ട് ഓരോ വീടുകളിൽ വെള്ളം. ആ ഒരു പ്രതീതി ഇപ്പൊ നിങ്ങൾ കയറി നോക്കിയാൽ ഞങ്ങൾ വീടിന്റെ അകം കാണിച്ചു തരാം. നിങ്ങൾ എങ്ങനെയാണ് വെള്ളത്തിലെ ഇത്രയും വെള്ളം തന്നെ അകത്തുണ്ട്. ഈ റോട്ടിലുള്ള വെള്ളം തന്നെ മുട്ടുവരാൻ. എല്ലായിടത്തും ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ അവിടെ ഇപ്പൊ അപ്പൊ ഞാൻ കയറി ഇപ്പൊ വണ്ടി ഈ വീടിന്റെ അവസ്ഥ തന്നെയാണ് അവിടെ ഞങ്ങൾക്കും ഉള്ളത് തന്നെ. നമുക്കറിയുന്ന പോലെ പുറത്തുനിന്നൊക്കെ ആളുകൾ വന്ന് താമസിക്കുന്ന, ജോലിക്ക് വേണ്ടിയൊക്കെ വന്ന് താമസിക്കുന്ന ആളുകളൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെയാണ് ഇത്രയും ഒരു ഭീകരാവസ്ഥ. ഇവിടെ കാണാം, ഒരു ബൈക്ക് ഏകദേശം വെള്ളത്തിലായിട്ടുണ്ട്. അത്തരത്തിൽ വീടുകൾക്കുള്ളിലാണ് ഈ കാഴ്ച എന്ന് ഓർക്കണം. ഇത്തരത്തിലാണ് കാഴ്ച. ഇത് ആവർത്തിച്ചിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉയരുന്ന പരാതി. ഇതൊരു സ്ഥിരം കാഴ്ചയാണ്. നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്. കനാലുകൾ കരകവിഞ്ഞൊഴുകുക, അതുപോലെ തന്നെ ഈ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ വെള്ളത്തിലാവുക. ഈ സാഹചര്യം ഇങ്ങനെ തുടർക്കഥയാവുകയാണ്. മന്ത്രി പി രാജീവ് ഉൾപ്പെടെ പ്രതികരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് ഈ ചില ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് സാധാരണയാണ്. കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ട് സാധാരണയാണ് എന്ന നിലയിലുള്ള ഒരു പ്രതികരണമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടായത്. പക്ഷേ സാധാരണയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ല. സാധാരണക്കാരായ മനുഷ്യരാണ് ഇതിന്റെ വേദന അനുഭവിക്കുന്നത്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ കാണാം, ഇവിടെ വീടുകളെല്ലാം തന്നെ വെള്ളത്തിലാണ്. ആളുകൾ അകത്ത് കുടുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് ദൃശ്യങ്ങളിൽ കാണാമെന്ന് കരുതുന്നു. പൂർണ്ണമായും വീടിന്റെ വരാന്ത ഉൾപ്പെടെ വാതിൽ തുറന്നാൽ വീട്ടിലേക്ക് വെള്ളം കയറുന്ന നിലയിലേക്ക് ഈ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഈ കനാല് കരകവിഞ്ഞൊഴുകി. ഇവിടെ ആളുകൾ പറയുന്ന വേദനയും അതുതന്നെയാണ്. ആളുകൾക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത വിധത്തിൽ, രാവിലെ നമ്മളോട് പ്രതികരിക്കുമ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ കഴിയാത്ത വിധത്തിലുള്ള വെള്ളക്കെട്ട്, വീടുകളൊക്കെ പാടെ വെള്ളത്തിലാകുന്ന സാഹചര്യം. ഇപ്പോൾ അവിടുന്ന് 2 പ്രായമായ ആളുകൾ നമ്മളോട് സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞത് വിനീത കാണാമെന്ന് കരുതുന്നു, വീടിനകത്താണ് കാണുന്നത് വെള്ളം. വീടിനകത്ത് ആളുകൾ വെള്ളത്തിൽ കഴിയേണ്ട അവസ്ഥ എന്ന് പറയുന്നത് ഏറെ ദുരിതമാണ്. പ്രത്യേകിച്ച് കൊച്ചി പോലൊരു നഗരത്തിൽ ഇതിങ്ങനെ ഒരു സ്ഥിരം കാഴ്ചയാകുന്നതാണ് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. അധികാരികളുടെ ഭാഗത്തുനിന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇതൊരു തുടർക്കഥയായിട്ടും എന്നുള്ളതാണ് പ്രധാനമായും ആളുകൾ പറയുന്നത്. സാധന സാമഗ്രികളെല്ലാം തന്നെ ഇതാ എടുത്ത് ഉയരങ്ങളിലേക്ക് മാറ്റേണ്ട ഒരവസ്ഥ. വീട്ടിലെ ബെഡ്റൂമും എല്ലാം വെള്ളത്തിലാകുന്ന ഒരവസ്ഥ. നമ്മൾ നേരത്തെ അടക്കം പ്രതികരണങ്ങൾ തേടുമ്പോൾ ഒരു സാധാരണ സംഭവം, അല്ലെങ്കിൽ കൊച്ചിക്ക് ഇത് സാധാരണമാണെന്ന നിലയിലുള്ള പ്രതികരണം വരുന്ന ഒരു ഘട്ടത്തിൽ ഇത് തീർച്ചയായും പ്രതിഷേധം അർഹിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങൾ, നഗരത്തിന്റെ പ്രധാന റോഡുകൾ ഉൾപ്പെടെ വെള്ളത്തിനടിയിലാണ്. ഇതിന്റെ വശങ്ങളിൽ വരുന്ന കടകൾ, വീടുകൾ ഉൾപ്പെടെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന സമാന സാഹചര്യത്തിൽ വലിയ നാശനഷ്ടം ഉണ്ടാകുന്ന നിലയിലേക്ക് പോവുകയാണ്. ചേച്ചി, ഇത് കഴിഞ്ഞ മഴയത്ത് ഇത് തന്നെയായിരുന്നു അവസ്ഥ? ഇത് ആദ്യമായിട്ടാണോ വീടിനകത്ത് വെള്ളം? ആദ്യമായിട്ടാണ്. എന്താ കാരണം, എന്തെങ്കിലും അറിയാമോ? വന്ന് താമസം 1 വർഷമായുള്ളൂ പണയത്തിന് എടുത്തിട്ട്. അപ്പൊ കഴിഞ്ഞ ഏപ്രിൽ എടുത്തത്. അപ്പൊ അകത്ത് കയറിയില്ല, പുറം വരെ വന്നുള്ളൂ. ഇതിപ്പോ ആരോടെങ്കിലും, കൗൺസിലർമാരോട് ആരോടെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പുതിയ ആൾക്കാരല്ല, അതാരണം അറിയില്ല.